കഴിഞ്ഞ 2024 ഒക്ടോബർ 7 ആണ് ഹമാസും ഇസ്രായേലും തമ്മിൽ യുദ്ധം ആരംഭിക്കുന്നത്. ഈ 2025 സെപ്റ്റംബർ മാസമായിട്ടും ആ യുദ്ധം അവസാനിച്ചിട്ടില്ല. ഹമാസിൻ്റെ കുറേ നേതാക്കന്മാർ കൊല്ലപ്പെട്ടു. ഗാസയിലെ 99% ബിൽഡിങ്ങുകളും തകർത്ത് തരിപ്പണമാക്കപ്പെട്ടു. ഹമാസിൻ്റെ സഹായികളായിട്ടുള്ള ഹൂത്തീസിനെയും കുറേ പേരെ കൊന്നിട്ടുണ്ട്. ഇറാൻ്റെ ശക്തിയെ നശിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഇസ്രായേലിൻ്റെ ശത്രുക്കളെയൊക്കെ അവർ തല്ലിച്ചതച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു ചോദ്യം ഉദിക്കപ്പെടുകയാണ്, ഇസ്രായേലിനെ എന്തുകൊണ്ട് അറബ് രാജ്യങ്ങൾക്ക് തോൽപ്പിക്കാൻ പറ്റുന്നില്ല? ഏകദേശം 22 അറബ് രാജ്യങ്ങൾ ഉണ്ട്. ഇസ്രായേൽ നിലവിൽ വന്നിട്ട് 75 വർഷമായി. ഈ 75 വർഷമായിട്ടും പലതരത്തിലുള്ള ജിഹാദി തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും ഇസ്രായേലിനെ തോൽപ്പിക്കാൻ ഒരിക്കലും അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതിന് കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്രായേലുള്ള പോലെ ഐക്യം അറബ് രാജ്യങ്ങൾ തമ്മിലില്ല. സിറിയ, ജോർദാൻ, ഇറാഖ്, ഇറാൻ, സൗദി അറേബ്യ, ദുബായ്, ലബനോൻ തുടങ്ങിയ രാജ്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അവരുടെ നേതാക്കന്മാർക്കൊക്കെ അവരുടേതായിട്ടുള്ള സ്ഥാപന താല്പര്യങ്ങൾ, വ്യക്തി താല്പര്യങ്ങൾ, വാണിജ്യ താല്പര്യങ്ങൾ ഉണ്ട്. അവരെപ്പോഴും ഐക്യമത്യപ്പെട്ടിട്ടല്ല ഇരിക്കുന്നത്. മുസ്ലിം ബ്രദർഹുഡിനെ കുറിച്ചൊക്കെ അവർ പറയുന്നുണ്ടെങ്കിൽ തന്നെയും അവർ തമ്മിൽ ഐക്യമില്ല. മാത്രമല്ല, അവരിലിരിക്കുന്ന സൈന്യത്തിന് വ്യക്തമായിട്ടുള്ള കോർഡിനേഷൻ ഇല്ല. അവരുപയോഗിക്കുന്ന സാങ്കേതികവിദ്യ റഷ്യയുടെ പഴകിയ സാങ്കേതികവിദ്യയാണ്. അപ്പോൾ റഷ്യയുടെ ഒരുപാട് വെടിക്കോപ്പുകളാണ് ഇവരുടെ കയ്യിലിരിക്കുന്നത്. എന്നാൽ ഇസ്രായേലിൻ്റെ കയ്യിലിരിക്കുന്നത് ലോകത്തിലെ ഒന്നാം തര വെടിക്കോപ്പുകളാണ് ഇരിക്കുന്നത്. അത് മുഴുവനും അമേരിക്കൻ നിർമ്മിതമായിട്ടുള്ള വെടിക്കോപ്പുകളാണ് കയ്യിലുള്ളത്. വിമാനമായാലും ശരി, മിസൈലായാലും ശരി, ബോംബായാലും ശരി, ആൻറ്റി എയർക്രാഫ്റ്റ് സാങ്കേതികവിദ്യയാണെങ്കിൽ ശരി. ലോകത്തിലെ ഒന്നാമത്തെ ചാരസംഘടന മൊസാദും ഇസ്രായേലിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ ഏറ്റവും നല്ല വ്യോമസേന ഇരിക്കുന്നതും ഇസ്രായേലിൻ്റെ കയ്യിലാണ്. അപ്പോൾ എല്ലാം ഇസ്രായേലിന് അനുകൂലമായിട്ടാണ് ഇരിക്കുന്നത്. ഇസ്രായേലിനെ ഒരു രീതിയിലും തോൽപ്പിക്കാൻ അറബ് രാജ്യങ്ങൾക്ക് കഴിയില്ല. സാങ്കേതികവിദ്യയുടെ കാര്യത്തിൽ, ബുദ്ധിയുടെ കാര്യത്തിൽ, കഴിവിൻ്റെ കാര്യത്തിൽ, സമ്പത്തിൻ്റെ കാര്യത്തിൽ ഒന്നും ഇസ്രായേലിനെ തോൽപ്പിക്കാൻ അറബ് രാജ്യങ്ങൾക്ക് കഴിയാത്തതുകൊണ്ടാണ് ഇസ്രായേൽ എപ്പോഴും ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഖത്തർ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അന്തിമ വിജയം ഇസ്രായേലിൻ്റെ മാത്രമായിരിക്കും.